ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സന്നദ്ധ പ്രവർത്തനം ലോക റെക്കോർഡാണ്. ആ ലോക റെക്കോർഡാണ് നിർത്തിവെക്കണമെന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 2 കോടിയിലധികം വരുന്ന സാധാരണക്കാർക്ക്, ആവശ്യമുള്ളവർക്ക് ഇതിനകം തന്നെ ഈ 9 വർഷത്തിനിടയിൽ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ 4000-ഓളം വരുന്ന ആൾക്കാർക്ക് ദിനംപ്രതി ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർമാർ എല്ലാ വീടുകളിലും ചെന്ന് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണപ്പൊതിയുമായി അവർ വന്ന് ഇവിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. ഇത് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് വിതരണം ചെയ്തു. നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരാണ് വന്ന് ഈ ഭക്ഷണം വാങ്ങുന്നത്. 4000 പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യുവാൻ മറ്റേതൊരു സംഘടനയ്ക്കാണ് കഴിയുന്നത്? ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, നിങ്ങൾക്കും ആ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടന ഉണ്ടല്ലോ, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഈ രൂപത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ച് പറയുന്നതിന് വേണ്ടി പോവുകയാണ്. എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു ഏറ്റവും സ്വാഗതം ചെയ്ത് അഭിനന്ദിക്കേണ്ട പദ്ധതിയെ അത് ഞാൻ അടച്ചുപൂട്ടുമെന്നുള്ള സ്വരത്തിൽ നിങ്ങൾ പ്രഖ്യാപനം നടത്തിയത് വളരെ തെറ്റായിപ്പോയി. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിൻവാങ്ങിയാൽ മാത്രം പോരാ, നിങ്ങളത് ഖേദം പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ പ്രസ്താവന പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും വേണം. ഞങ്ങളുടെ ആശുപത്രിയിൽ കയറി ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറ്റുമല്ലെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് എവിടെ നിന്നുള്ള അവകാശം കിട്ടി? അത് പറയാൻ മന്ത്രിക്ക് അവകാശമുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കുടുംബസ്വത്താണ് മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി. വിദ്യാഭ്യാസ മന്ത്രിയുടെ കുടുംബസ്വത്താണ് സ്കൂളുകൾ എന്ന് പറയാനുള്ള രീതി നമ്മുടെ നാട്ടിലുണ്ടോ? അങ്ങനെ പറയാനുള്ള ഒരു അവകാശവും നമ്മുടെ നാട്ടിൽ ഇല്ല. എന്ന് മാത്രമല്ല, ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരം അങ്ങ് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അങ്ങ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ എല്ലാ വിഷയങ്ങളെയും വിമർശിച്ചിട്ടുള്ള ആളാണ്, എല്ലാ വിഷയങ്ങളെയും കളിയാക്കിയിട്ടുള്ള ആളാണ്. എന്തിനാ ഞാൻ പറയുന്നു? തോറ്റ MLA-മാർ വീട്ടിൽ ചെന്നിരുന്നാൽ മതി, അഭിപ്രായം പറയണ്ട എന്ന് പോലും അങ്ങ് പറയുകയുണ്ടായി. അങ്ങ് 7 പ്രാവശ്യം തോറ്റ്, മന്ത്രിയായിരുന്നപ്പോൾ മത്സരിച്ച് തോറ്റ് വീട്ടിൽ ചെന്നിരുന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഈ സൽപ്രവൃത്തിയെ ജനങ്ങൾ മുഴുവൻ സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം അങ്ങയുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ ഡിവൈഎഫ്ഐ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങ് എത്രയും പെട്ടെന്ന് ഉണ്ടായ അബദ്ധം, അങ്ങേക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്, അബദ്ധം പിൻവലിക്കുക. ഈ ഭക്ഷണപ്പൊതി നിയന്ത്രിക്കുന്നതിന് വേണ്ടി കളയുന്ന സമയം ആശുപത്രികളിൽ ഉണ്ടായിരിക്കുന്ന ദൗർബല്യങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയായിരിക്കും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഡിവൈഎഫ്ഐയുടെ ഈ ഏറ്റവും ലോകത്ത് തന്നെ നടക്കുന്ന അത്യപൂർവമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിലൊന്നായിട്ടുള്ള ഈ ഭക്ഷണപ്പൊതി വിതരണം അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട. ആര് തന്നെ തടസ്സപ്പെടുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയാലും അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ ഇനിയും അത് കൂടുതൽ ശക്തിയോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്.